കൃത്യമായി പറഞ്ഞാൽ 1500 വർഷം മുമ്പ് നടന്ന ഒരു സംഭവത്തെ ഇക്കാലത്തും എത്ര ആഘോഷപൂർവം ആദരപൂർവമാണ് മുസ്ലിം ലോകം അനുവർത്തിക്കുന്നതും ആചരിക്കുന്നതും അവരെ ബഹുമാനിക്കുന്നതും. അപ്പോൾ തന്നെ പാരമ്പര്യമായി സ്വഹാബത്തിലൂടെ ആ ആദരവ് കിട്ടിയിട്ടാണ് ഇതിന്റെ ഇടയിൽ ഒരു 100 കൊല്ലോ 200 കൊല്ലോ ഒക്കെ അവരെ അനുസ്മരിക്കുന്നത് നിലച്ചു പോയിരുന്നെങ്കിൽ പിന്നീട് നമുക്കിടയിൽ ഇത്തരം ഒരു വ്യാപകമായി ബദരീങ്ങളെ അനുസ്മരിക്കുന്ന ഒരു പരിപാടി നടക്കൂലായിരുന്നു. അപ്പോൾ ഇടമുറിയാതെ ബദർ യുദ്ധം കഴിഞ്ഞത് മുതൽ ഇക്കാലമത്രയും ഹിജ്റയുടെ 2-ാം വർഷം മുതൽ 1445 വർഷമാകുന്നത് വരെയും ബദരീങ്ങളെ അനുസ്മരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇനി ആ ബദരീങ്ങളുടെ മഹത്വം ആദ്യം നമുക്ക് ചില കാര്യങ്ങൾ പരാമർശിക്കാം. മഹാന്മാരായ സ്വഹാബത്ത് തന്നെ പറയുന്നുണ്ട്, ഞങ്ങളെ മക്കൾക്ക് ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു മഗാസിയ റസൂലുള്ളാഹ്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യുദ്ധങ്ങളെ കുറിച്ച്. കമാ നുഅല്ലിമുഹും അസ്സൂറത മിനൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുകൾ ഞങ്ങളെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് പോലെ ബദരീങ്ങളെ കുറിച്ച്, യുദ്ധങ്ങളിൽ പങ്കെടുത്തവരെ കുറിച്ച്, യോദ്ധാക്കളെ കുറിച്ച് ഞങ്ങളെ മക്കൾക്ക് ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ വിശുദ്ധ ഖുർആനിലെ സൂറത്തുകൾ കൊല്ലത്തിൽ ഒരിക്കലല്ല പാരായണം ചെയ്യിപ്പിക്കുന്നത്, പഠിപ്പിക്കുന്നത്. ഖുർആൻ എല്ലാ ദിവസവും പഠിപ്പിക്കുന്നതാണ്. അപ്രകാരം ബദരീങ്ങളെ ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. കഴിഞ്ഞിട്ടില്ല, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടി പറയാണ്, കാന അബി യുഅല്ലിമുനാ മഗാസിയ റസൂലുള്ളാഹ്. എന്നിട്ട് അവർ പറയും, യാ ബനിയ ഹാദിഹി ശറഫു ആബായികും ഫലാ തുളയ്യിഉ ദിക്റഹാ. കുഞ്ഞുമോനെ, ഇത് നിങ്ങളുടെ വല്യപ്പാരുടെ അനുഭവമാണ്, അവരുടെ ജീവിത രീതികളാണ്, അവര് ചെയ്ത ത്യാഗങ്ങളാണ്. അതുകൊണ്ട് ഫലാ തുളയ്യിഉഹാ, മറന്നു പോകാൻ പാടില്ല, വിസ്മരിക്കാൻ പാടില്ല, നിങ്ങളത് ഉപേക്ഷിച്ച് കളഞ്ഞുകൂടാ. ബദരീങ്ങൾ അങ്ങനെ പറയാ, മഹാന്മാരെ പറയാ എന്നുള്ളത് നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിച്ചു കളയരുത് എന്ന് മഹാനായ മുഹമ്മദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു അവിടുന്ന് തന്റെ പേരക്കുട്ടിക്ക് ഉപദേശം കൊടുക്കുകയാണ്. അപ്പോൾ അത്രയും വർഷങ്ങൾ മുമ്പ് നടന്ന ആളുകളെ കുറിച്ച്, അന്നത്തെ ത്യാഗങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്താണ് ബദരീങ്ങളുടെ മഹത്വം? സയ്യിദുനാ മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കൽ മുത്തുനബിയുടെ അടുത്ത് പ്രത്യക്ഷപ്പെട്ടു. ചോദിച്ചു, മാ തഅുദ്ദൂന അഹ്ല ബദരിൻ ഫീകും, നിങ്ങളെ കൂട്ടത്തിലെ ബദരീങ്ങളെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്താണ് ബദരീങ്ങളുടെ സ്ഥാനം എന്താണ്? അപ്പോൾ പറഞ്ഞു, മിൻ അഫ്ളലിൽ മുസ്ലിമീൻ, ലോകത്ത് കഴിഞ്ഞതും വരാൻ പോകുന്നതുമായ കോടാനുകോടി മുസ്ലിമീങ്ങളിൽ ഏറ്റവും മഹത്വമുള്ളവരാണ് ബദരീങ്ങൾ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു ചോദിച്ചു, നിങ്ങൾ ധാരാളം മലക്കുകൾ ബദറിൽ ഇറങ്ങിയിട്ടില്ലേ? ആദ്യം 2000 ഇറങ്ങി, പിന്നെ 1000, പിന്നെ 1000, പിന്നെ 1000, അല്ലെങ്കിൽ ആദ്യം 3000 ഇറങ്ങി, പിന്നെ 2000, അങ്ങനെ ഏകദേശം 5000 മലക്കുകൾ ബദറിൽ ഇറങ്ങിയിട്ടുണ്ട്. ആ മലക്കുകളുടെ മഹത്വം എന്താണ്? വകദാലിക മൻ ശഹിദ ബദറൻ മിനൽ മലായിക, കോടാനുകോടി മലക്കുകളുടെ കൂട്ടത്തിലും ഏറ്റവും ഉന്നതരായ ആളുകൾ ബദറിൽ ഇറങ്ങിയ, ബദറിൽ പങ്കെടുത്ത മലക്കുകളാണ് എന്ന് മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആരുടെ നേതൃത്വത്തിലാണ് വന്നത്? ഇവിടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് നേതൃത്വം നൽകിയതുപോലെ മലക്കുകൾക്ക് നേതൃത്വം നൽകി മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അപ്പോൾ മലക്കുകൾക്കിടയിലും മനുഷ്യർക്കിടയിലും ഏറ്റവും ഉന്നതരായ ആളുകൾ എന്ന് പറയുന്നത്
അത് മഹാന്മാരായ ബദരീങ്ങളാണ്. ഇനി ഇതിലപ്പുറം എന്താണ് നമുക്ക് ആവശ്യമുള്ളത്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, സ്വഹാബികളിലെ കൂട്ടത്തിലെ ഏറ്റവും വലിയ കോടിപതിയാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. കച്ചവടത്തിൽ അപാരമായ സാമർത്ഥ്യമായിരുന്നു. അല്ലാഹു കൊടുത്ത നിഅമത്തുകൾക്ക് അറ്റമില്ല, അത്രയും കണക്കില്ലാതെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു സമ്പത്ത് കൊടുത്തു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത്, ഞെരുക്കം അനുഭവിച്ചിരുന്ന കാലത്ത്, ഒട്ടനേകം സമ്പത്തുമായി ഉമർ ബിൻ ഖത്താബ് തങ്ങളെ സമീപത്ത് വരാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങള്. അമീറുൽ മുഅ്മിനീൻ ഉമർ തങ്ങളെ ഏൽപ്പിച്ചിട്ട് പാവങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ആ സമ്പത്ത് ഉപയോഗപ്പെടുത്തിയിട്ട് അക്കാലത്ത് ജീവിച്ചിരിക്കുന്ന സർവ്വ ബദരീങ്ങൾക്കും, ബദറിൽ പങ്കെടുത്ത സ്വഹാബത്തിനും പെൻഷൻ ഏർപ്പെടുത്തുകയാണ്. ലോകത്ത് ആദ്യമായി പെൻഷൻ നടപ്പാക്കിയത് സയ്യിദുനാ ഉമർ ബിനുൽ ഖത്താബ്. അത് സ്വീകരിച്ച ആളുകൾ മഹാന്മാരായ ബദരീങ്ങളാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ സമ്പത്തുമായിട്ട് ചെന്നപ്പോൾ അത് വാങ്ങി വെച്ചിട്ട് ബദരീങ്ങൾക്ക് പെൻഷൻ ഏർപ്പെടുത്തി. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു പോയവരുടെ കുടുംബങ്ങൾക്ക് വലിയ സഹായങ്ങൾ നൽകി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ആ കാലം മുതൽ തന്നെ മഹാന്മാരാകുന്ന ബദരീങ്ങളെ ആദരിച്ചു വരികയാണ്. എന്താണ് ഇനി ബദർ, അതിന്റെ പശ്ചാത്തലം എന്താണ്? ബദരീങ്ങളെ മാത്രം മനസ്സിലാക്കാൻ ഇനി ഇതിന്റെ അപ്പുറം ഒന്നും ആവശ്യമില്ല. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നടന്നു പോന്നിരുന്നതാണ്. 1445 കൊല്ലമായി